തിരുവനന്തപുരം കമലേശ്വരത്ത് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവ് ചെടി പിടികൂടി. AG's ഓഫീസിലെ ജീവനക്കാരനായ രാജസ്ഥാൻ സ്വദേശി ജിതിൻ താമസിച്ചിരുന്ന വീടിന്റെ ടെറസിൽ നിന്നാണ് കഞ്ചാവ് ചെടി പിടികൂടിയത്. കിട്ടിയത് ഈ വീടിൽ കഞ്ചാവ് ചെടി വളർത്തുന്നു എന്നുള്ളതാണ്. അപ്പം ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ ഈ ടെറസിൽ ഒരു ചെടിച്ചട്ടിയിൽ 5 കഞ്ചാവ് ചെടികൾ നിൽക്കുന്നതാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ വീട്ടിൽ താമസിക്കുന്ന പേരെന്താണ് ഒരാളിൻ്റെ റൂമിൽ നിന്നും കുറച്ച് കഞ്ചാവിൻ്റെ വിത്തുകളും OCB പേപ്പറും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളത് 5 ചെടിയും സീസ് ചെയ്തിട്ടുണ്ട്, കഞ്ചാവ് വിത്തുകളും സീസ് ചെയ്തിട്ടുണ്ട്. ഇവർ സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയി എന്നാണ് പറയുന്നത്. AG's ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ് പറയുന്നത്. ബാക്കി കാര്യങ്ങൾ ചോദ്യം ചെയ്യലേ കിട്ടത്തുള്ളൂ. അത് അറസ്റ്റ് ചെയ്യുന്നു. കിട്ടിയത് രാഹുൽ ജിനാഥ് കൂടുതൽ വിവരങ്ങളുമായി ചേർന്നുണ്ട്. രാഹുൽ, ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവ് ചെടി പിടികൂടുന്നു എന്ന് പറയുമ്പോൾ ഗുരുതരമായ ഒരു വിഷയമാണ്. രാജസ്ഥാൻ സ്വദേശിയാണ് ജിതിൻ. ഇയാളെക്കുറിച്ച് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? സന്ധ്യ ഇന്ന് വൈകിട്ട് 5:30 കൂടിയാണ് ഈ ക്ലീൻ സ്ലേറ്റ് പ്രോജക്റ്റിന്റെ ഭാഗമായി, അതായത് പദ്ധതിയുടെ ഭാഗമായി ലഹരിക്കെതിരെയുള്ള വലിയ പ്രവർത്തനം നടക്കുകയാണ്. അതിന്റെ ഭാഗമായി എക്സൈസിന് ഒരു രഹസ്യ വിവരം ലഭിക്കുന്നത്. അങ്ങനെ കമലേശ്വരത്തെ ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ പോലീസ് തൊട്ടുമുകളിൽ, നമ്മൾ ഈ കാണുന്ന വീടിന്റെ തൊട്ടുമുകളിലേക്ക് എത്തുന്നു. ആ മുകളിൽ നിന്നാണ് ഈ കഞ്ചാവ് ചെടികൾ കണ്ടെത്തുന്നത്. അതായത് തുറസായ സ്ഥലത്ത് ഒരാൾ ചെന്നെത്തിയാൽ കാണാൻ കഴിയുന്നത്ര വ്യക്തമായ കാണാൻ കഴിയുന്ന സ്ഥലത്താണ് ഈ കഞ്ചാവ് ചെടികൾ ഉണ്ടായിരുന്നത്. അത്രമാത്രം ഈ പറയുന്നത് പോലെ രഹസ്യാത്മകമായി അല്ല ഇവർ ഇതൊന്നും നട്ടിരുന്നത്. കാരണം ഇതിനുശേഷം പ്രതിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ കാണാം. അത്തരത്തിൽ ഈ പ്രതിയിലേക്ക് എത്തുന്നു. കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് ഭാഷയിലാണ് എക്സൈസിനോട് സംസാരിച്ചത്. കാര്യങ്ങൾ പറയുമ്പോൾ ഇത് കഞ്ചാവ് ചെടിയാണെന്ന് പറഞ്ഞ് പിന്നീട് ഈ വീട്ടിൽ, ഈ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്ന വീട്ടിൽ 3 പേരാണ് താമസിച്ചിരുന്നത്. ഇവർ അവകാശപ്പെടുന്നത് അത്തരത്തിൽ AGS ഓഫീസിലെ ഉദ്യോഗസ്ഥരാണെന്ന് അവർ പറഞ്ഞു. അത്തരത്തിൽ 3 പേർ ഇവിടെ താമസിച്ചു. ബീഹാർ സ്വദേശിയാണ്, UP സ്വദേശിയുണ്ട്, രാജസ്ഥാൻ സ്വദേശിയുണ്ട്. അങ്ങനെ രാജസ്ഥാൻ സ്വദേശിയാണ് താനാണ് ഈ ചെടി ഇവിടെ നട്ടത് എന്ന് പറഞ്ഞ് സ്വയം കുറ്റമേറ്റെടുത്തുകൊണ്ട് ഇത്തരത്തിൽ ഇപ്പോൾ നിലവിൽ എന്തായാലും എക്സൈസിന്റെ കസ്റ്റഡിയിലുണ്ട്. 5 കഞ്ചാവ് ചെടികളാണ് ഈ വീട്ടിൽ നിന്നും കണ്ടെടുത്തത്. ഒന്ന് രഹസ്യമായിട്ടല്ല, കാണുന്ന രീതിയിലായിരുന്നു ടെറസിലെ ചെടി വളർത്തിയിരുന്നത് അല്ലേ? അതായത് ഇത്തരത്തിൽ ദൃശ്യങ്ങൾ കാണാം, മുകളിലെ ടെറസ് കാണാം, നമുക്ക് ആ ദൃശ്യങ്ങളുമുണ്ട്. അതായത് ആ ടെറസിൽ തുറന്ന സ്ഥലത്ത്, അതായത് ഈ എക്സൈസ് എത്തി പരിശോധന നടത്തുമ്പോൾ ആദ്യ കാഴ്ചയിൽ തന്നെ ഈ കഞ്ചാവ് ചെടി കാണാൻ കഴിയുന്ന അത്ര സുതാര്യമായാണ് ഇത് വെച്ചിരുന്നത് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ പല വാദങ്ങളും ഉണ്ടായിരുന്നു. ഇത് തൊട്ടപ്പുറത്ത് നിന്ന് ചെടി നടാൻ വേണ്ടി മണ്ണെടുത്തപ്പോൾ ഒപ്പം വന്നതാണെന്നുള്ള വാദങ്ങൾ ഉൾപ്പെടെ അപ്പോഴാണ് പരിശോധനയിലേക്ക് എക്സൈസ് കടന്നത്. ആ ഘട്ടത്തിൽ മുറിയിൽ നിന്നും ഇത്തരത്തിൽ കഞ്ചാവിൻ്റെ വിത്തുകളും ഈ കഞ്ചാവ് പുക വലിക്കാൻ ഉപയോഗിക്കുന്ന പേപ്പറുകളും ഒക്കെ കണ്ടെടുത്തിരുന്നു. അപ്പോഴാണ് സംശയം കൂടുതൽ ബലപ്പെടുകയും അങ്ങനെ ഈ ഓഫീസ്, കേന്ദ്ര സർവീസ് ഓഫീസുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ റെസിഡൻസിന്റെ ഭാരവാഹി നമ്മോടൊപ്പം ഉണ്ട്. എത്ര നാളെ ഇവരെ അറിയാം? ഇവർ ഏതാണ്ട് 1.5 വർഷത്തോളമായി ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പും ചെറിയ പരാതി ഞങ്ങൾക്ക് ലഭിച്ചപ്പോൾ ഞങ്ങൾ ഓണറെ വിളിച്ച് പറഞ്ഞു. എത്തരത്തിലുള്ള പരാതി? മറ്റ് അനാശാസ്യ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു എന്നുള്ള ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓണറെ അറിയിച്ചു. ഓണറെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇവർ പറഞ്ഞു അത് ഞങ്ങൾ അങ്ങനെയുള്ളതല്ല, ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാണ് ഇവിടെ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തീർന്നു. ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലി ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഞങ്ങൾ അന്ന് അറിഞ്ഞതെന്ന് വെച്ചാൽ ഇവർ IT ഫീൽഡിലുള്ളവരെന്നാണ് അന്ന് അറിഞ്ഞത്. ഇന്നാണ് അറിയുന്നത് ഒരു AGS ഓഫീസിലെ സീനിയർ ഉദ്യോഗസ്ഥരാണ് താമസിക്കുന്നത്. 3 പേരും AGS ഓഫീസിലുള്ളതാണ്. പക്ഷേ ഈ ഒരു ജിബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇതിൻ്റെ ആളാണെന്നുള്ളത് പുള്ളി തന്നെയാണ് സംഭവിച്ചേക്കുന്നത്. മറ്റൊരു നാട്ടുകാരെപ്പോഴാണ് വിവരം അറിയുന്നത്? ഞങ്ങൾ ഇന്ന് വൈകുന്നേരം 6 മണിയോട് കൂടിയാണ് എക്സൈസുകാർ ഇവിടെ വരുമ്പോഴത്തേക്കാണ് ഈ സംഭവം ഇങ്ങനെ കഞ്ചാവുള്ള വിവരം അറിയുന്നത്. ഞെട്ടലായി പോയില്ലേ? അതെ ഇതുവരെ ജോലി ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഇതൊരു ഒഴിഞ്ഞ ഒരു ഏരിയ ആയതുകൊണ്ട് പല ഭാഗത്തു നിന്ന് ആൾക്കാർ ഇവിടെ ഇങ്ങനെ വരുന്നതായിട്ടൊരു കംപ്ലൈൻറ്റ് ഞങ്ങൾക്ക് ലഭിച്ചു. അപ്പോൾ ഞങ്ങൾ അസോസിയേഷൻ്റെ ഭാഗമായിട്ട് ഒരു മെമ്മോറാണ്ടം ഇവിടെ പൂന്തറ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പോലും ഇവർ പരാതികൾ ലഭിച്ചിരുന്നു. ഇവിടെ താമസിക്കുന്നവരുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിലൊക്കെ ഉണ്ടായിരുന്നു നാട്ടുകാരെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലൊരു വാർത്ത പുറത്തു വരുമെന്ന് കരുതിയെന്നില്ല. എന്തായാലും ഉത്തരവാദിത്തപ്പെട്ടൊരു തൊഴിൽ ചെയ്യുന്ന ആളുകളാണ്. അതിലൊരാളാണ് ഇപ്പോൾ സ്വയം കുറ്റമേറ്റെടുത്തുകൊണ്ട് കസ്റ്റഡിയിലായിരിക്കുന്നത്. അത് തന്നെയാണ് ഗുരുതരമായ ഒരു വിഷയം. ഇതുപോലെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നിന്നാണ് കഞ്ചാവ് ചെടി പിടികൂടിയിരിക്കുന്നത്. ഈ അയൽവാസി നേരത്തെ നമ്മളോട് പ്രതികരിച്ച ഒരാൾ പറഞ്ഞത് ഇവർക്കെതിരെ മറ്റു രീതിയിലുള്ള പരാതികളൊക്കെ നേരത്തെയും ഉണ്ടായിരുന്നു.
IT ജീവനക്കാരെന്നായിരുന്നു അറിയാൻ കഴിഞ്ഞിരുന്ന വിവരം. പക്ഷേ ഇപ്പോഴാണ് AG's ഓഫീസിൽ ജോലി ചെയ്യുന്ന ആളാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാണ്. രാജസ്ഥാൻ സ്വദേശിയായ ജിതിനാണ് വീട്ടിന്റെ ടെറസിൽ കഞ്ചാവ് ചെടി വളർത്തിയത്. ഇത് ഇയാൾ സമ്മതിക്കുകയും ചെയ്തു. കൂടെ 2 പേർ താമസിക്കുന്നുണ്ട്. അവരും അന്യസംസ്ഥാനക്കാരാണ്. രാഹുൽ ജി നാഥാണ് വിവരങ്ങൾ നൽകിയത്.